നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാണ് ഫുട്ബോൾ നൽകുന്ന ജീവിത പാഠം. ഒരിക്കലും തോൽവി സമ്മതിച്ച് പിന്മാറരുത്. അവസാനം വരെ പോരാടുക. എന്താണ് നിങ്ങൾക്കായി കാത്തു വച്ചിരിക്കുന്നത് എന്നുള്ളത് മുൻകൂട്ടി കാണാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ നിരാശയൊക്കെ അങ്ങ് മാറി നിങ്ങൾ സന്തോഷത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് കടന്നു പോകും. അതാണ് ആഫ്കോൺ നമ്മെ പഠിപ്പിക്കുന്നത്. ഐവറി കോസ്റ്റിൻ്റെ വിജയം നമ്മെ പഠിപ്പിക്കുന്നത്. ഐവറി കോസ്റ്റ് ഇപ്പോൾ ആഫ്കോണിൽ ചാമ്പ്യന്മാരായിരിക്കുന്നു. ഫൈനലിൽ നൈജീരിയയെ 1-2 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കളിയിൽ ട്രൂസ് ടെക്കോങ്ങിലൂടെ 38-ാമത്തെ മിനിറ്റിൽ നൈജീരിയ ലീഡെടുത്തതാണ്. എന്നാൽ 62-ാമത്തെ മിനിറ്റിൽ കെസീം, 81-ാമത്തെ മിനിറ്റിൽ ഹാലറും ഗോളടിച്ചപ്പോൾ 2-1 വിജയമാണ് ഫൈനലിലെ ഐവറി കോസ്റ്റ് നേടിയത്. അവർ കിരീടം ചൂടി. ഇനി നോക്കുക, 18 ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഐവറി കോസ്റ്റ് അവരുടെ കോച്ച് ജീൻ ലൂയിസ് ഗസറ്റിനെ സാക്ക് ചെയ്തിരുന്നു. എന്താ കാരണം? ബാക്ക് ടു ബാക്ക് ആയിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ തോറ്റു. നൈജീരിയക്കെതിരെ തോറ്റു. ഇക്വറ്റോറിയൽ ഗിനിയയോട് 4 ഗോളുകൾ വാങ്ങിയങ്ങ് തോറ്റു. നാണക്കേടിൻ്റെ പാരമ്യതയിലേക്ക് അവർ വീണുപോയി. കോച്ചിനെ അങ്ങ് പുറത്താക്കി. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താ? വല്ല വിധേനയും അവർ റൗണ്ട് ഓഫ് 16 എത്തുന്നു. ഗ്രൂപ്പിലെ 3-ാം സ്ഥാനക്കാരായ ടീം ആഫ്കോണിൻ്റെ നിയമമനുസരിച്ച് നമുക്കറിയാമല്ലോ, 4 മികച്ച 3-ാം സ്ഥാനക്കാർ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അങ്ങനെ 4-ാമത്തെ മികച്ച 3-ാം സ്ഥാനക്കാരായിട്ടാണ് അവരടുത്ത ഘട്ടത്തിലേക്ക് പോയത്. അവിടെ മുതലൊരു പുതിയ കോച്ചാണ് എമേഴ്സ് ഫേ. അദ്ദേഹമാവട്ടെ അതിനു മുമ്പ് സീനിയർ ഫുട്ബോളിൽ കോച്ച് ചെയ്തിട്ടേയില്ല, പരിശീലകനായിട്ടേയില്ല. എന്നാൽ പിന്നീട് 4 കളികൾ കൂടി കഴിയുമ്പോൾ കോണ്ടിനെൻ്റൽ ട്രോഫി നേടുന്ന കോച്ചായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. ആഫ്കോൺ നേടുന്ന കോച്ചായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. ഇതാണ് ഫുട്ബോൾ, ഇതാണ് ജീവിതം. കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരൊറ്റ വിജയമാണ് ഐവറി കോസ്റ്റിനുണ്ടായിരുന്നത്. 2 കളികൾ തോറ്റു. 4-0 ഇക്വറ്റോറിയൽ ഗിനിയയോട് തോറ്റത്. അങ്ങനെയാണ് അവർ കോച്ചിനെ പറഞ്ഞു വിടുന്നത്. എന്നാൽ നോക്കൗട്ട് സ്റ്റേജിലേക്ക് 4th ബെസ്റ്റ് 3rd പ്ലേസ് ടീമായിട്ട് അവർ കടന്നുപോയി. റൗണ്ട് ഓഫ് 16 നോക്കുക, ഒട്ടും യാത്ര എളുപ്പമായിരുന്നില്ല. 86-ാമത്തെ മിനിറ്റിലാണ് അവർ ഈക്വലൈസ് ചെയ്യുന്നത്. എന്നിട്ട് കളി എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ സെനഗലിനെ അവർ പുറത്താക്കി. പിന്നെ ക്വാർട്ടർ ഫൈനലിൽ 43-ാമത്തെ മിനിറ്റ് മുതൽ 10 പേരെ വെച്ചുകൊണ്ടാണ് അവർ കളിച്ചത്. 90-ാമത്തെ മിനിറ്റിലാണ് ഈക്വലൈസർ നേടുന്നത്. കളി എക്സ്ട്രാ ടൈമിലേക്ക്. എന്നിട്ട് എക്സ്ട്രാ ടൈമിൽ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒടുവിൽ മാലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, എക്സ്ട്രാ ടൈമിൻ്റെ സ്റ്റോപ്പേജ് ടൈമിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ സെമിഫൈനലിലേക്ക് പോകുന്നു. സെമിഫൈനലിൽ 65-ാമത്തെ മിനിറ്റിൽ DR കോങ്കോയെ തോൽപ്പിച്ച ഗോൾ. പിന്നെ ഫൈനലിൽ 62-ാമത്തെ മിനിറ്റിലേക്ക് ഈക്വലൈസർ, 81-ാമത്തെ മിനിറ്റിൽ നൈജീരിയയെ തോൽപ്പിച്ച ഗോൾ. ദേ നെവർ ക്വിറ്റ്. അതാണ് അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോയത്. അതൊരു വലിയ ജീവിത പാഠവുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.